കഴിഞ്ഞൊരു 2 വർഷമായിട്ട് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. ഉക്രൈനിൽ വാർ സംഭവിച്ചതിന് ശേഷം ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവിടെ തിരിച്ചു വരികയുണ്ടായി. സോ അവരുടെ പകുതിയിൽ വെച്ച് മുടങ്ങിയിട്ടുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉസ്ബെക്കിസ്ഥാൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രി വലിയ സപ്പോർട്ട് തന്നെയാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സമയം തൊട്ടിട്ട് പണ്ട് ഉക്രൈൻ എങ്ങനെയാണോ നമുക്കൊക്കെ ഫെമിലിയർ ആയിരുന്നത് അതുപോലെ ഫെമിലിയർ ആണ് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ. കുറഞ്ഞ ഫീസിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് തന്നെയാണ് ഈ ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്നുള്ളത്. NMC നാഷണൽ മെഡിക്കൽ കൗൺസിൽ 2021 നവംബർ 18 കൊടുത്തിട്ടുള്ള എല്ലാവിധ റെഗുലേഷൻസും ഉസ്ബെക്കിസ്ഥാൻ്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാന അട്രാക്ഷൻ. യൂണിവേഴ്സിറ്റി WDOMSന്റെ ലിസ്റ്റിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ECFMG കനേഡിയൻ മെഡിക്കൽ കൗൺസിൽ പോലെയുള്ള അംഗീകാരങ്ങളും ഉസ്ബെക്കിസ്ഥാൻ യൂണിവേഴ്സിറ്റികൾക്കുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ ഇംഗ്ലീഷ് ഭാഷ അറിയുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ അത് ഒരു ചെറിയ നെഗറ്റീവ് പാർട്ടായിട്ട് എംബസിയുടെ വെബ്സൈറ്റിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾ കൂടുതൽ ശ്രമിക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ചെറിയൊരു വ്യത്യാസം പെട്ട് നിൽക്കുന്നതാണ് ഉസ്ബെക്കിസ്ഥാനിലെ അഡ്മിഷൻ പ്രൊസീജിയർ. കാരണം നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി നമുക്കൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ ഇൻ്റർവ്യൂ നമ്മൾ എലിജിബിൾ ആയാൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ അഡ്മിഷൻ കൺഫർമേഷൻ നമുക്ക് യൂണിവേഴ്സിറ്റി തരുള്ളൂ. പ്രധാനമായിട്ടും 5 യൂണിവേഴ്സിറ്റികളിലാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉസ്ബെക്കിസ്ഥാനിൽ എൻറോൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ 5 മെഡിക്കൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ട് വിശദമായ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനിലേക്ക് എത്താനായിട്ട്. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ മറ്റ് രാജ്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അക്കോമഡേഷൻ നമുക്കറിയാം, യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ ചില യൂണിവേഴ്സിറ്റികളിൽ ഫുഡ് എന്നുള്ളത് മെസ്സ് നമ്മൾ നിർബന്ധമായിട്ടും എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മെസ്സ് ഉൾപ്പെടെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ് എന്നുള്ളൊരു കൃത്യമായ കാൽക്കുലേഷൻ നമുക്കുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്ബെക്കിസ്ഥാനിലെ ഈ എല്ലാ യൂണിവേഴ്സിറ്റികളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഈ ഓരോ യൂണിവേഴ്സിറ്റികളെയും കുറിച്ചുള്ള ഡീറ്റെയിൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കളക്ട് ചെയ്യാം. ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് അറിയാനും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം.